കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങാണ് അമ്മച്ചി. കൊച്ചുകുട്ടി ചായ ആ നമ്മള് വൈകിയൊന്നുമില്ലല്ലോ. ഇല്ല, നേരമുണ്ട്. എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുവാ, കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചടങ്ങിന് കുര്യാക്കോസ് അവിടെ വരെ പോവുക, ആ പെണ്ണിനെ ഒന്ന് കാണുക, അത്രേ വേണ്ടൂ. പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ. പെണ്ണും BEd പാസ്സായിട്ട് ഇപ്പോ 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ ഹൈ ഒപ്പീനിയനാ. ആ കയ്യൊന്ന് നോക്കി. എന്നാ നമുക്കിന് താമസിക്കണ്ട. വാ വാ, ഇറങ്ങാം. ഇറങ്ങാം. കുര്യാക്കോസേ. ഞാൻ ഇറങ്ങാം അമ്മച്ചി. ഹലോ, എവിടെയൊക്കെ തിരക്കിയാലോടെ തന്നെ ഒന്ന് കിട്ടുക? താനെന്താ ഓഫീസിൽ പോഞ്ഞേ? അതെ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട് താനൊന്ന് ഇങ്ങോട്ട് വാ. മണി 4 5:20 ബാംഗ്ലൂർ ഫ്ലൈറ്റ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം പുറപ്പെടും. കൊച്ചുകുട്ടി ചായ, എന്താ? പെണ്ണിന്റെ വീട്ടിൽ നിന്നാ. പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. അവർക്ക് ഇഷ്ടല്ലാന്ന്. എന്താ അങ്ങനെ? അതെങ്ങനെ എനിക്കറിയാം? ഏഷണിക്കാരാ. കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരൊറ്റ കിടപ്പാ. അമ്മയുടെ മുറി പോലും പോയിട്ടില്ല. തള്ള വരാതെ അവിടെ നിന്ന് അനങ്ങില്ല, ഒന്നും കഴിക്കില്ല എന്നാണ് നിർബന്ധം. താൻ ബാംഗ്ലൂർ വരെ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. മനസ്സിന്റെ വരട്ടെ. ഇതാ ടിക്കറ്റ്. നാളത്തേക്കുള്ള റിട്ടേൺ ഉണ്ട്, സൂക്ഷിച്ചോളണം. ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് പോണോ അതോ ഇവിടെ എങ്ങാനും ചുറ്റിക്കറങ്ങി വിടണം? ബാംഗ്ലൂർ പോകേണ്ട കാര്യത്തിന് ബാംഗ്ലൂർ പോകേണ്ട എങ്ങനെ? ഞാൻ എന്താ കളിക്കാന്നാ എന്റെ വിചാരം? ഒക്കെ അറിയാലോ എനിക്ക്. ഒന്ന് വേഗം ചെല്ലു. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. ഒരു കണക്കിന് പറഞ്ഞ അന്ന് ആ പെണ്ണ് കാണാഞ്ഞു നന്നായി. ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ? പേരിന്റെ ഒടുവില് BEd എന്ന് 3 അക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുവല്ലോ ആണോ? 4 ഏക്കർ റബ്ബർ തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്. അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ടാ? എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വല്ലതും പറഞ്ഞോ? ഒന്ന് അട്ടിച്ചു തിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പൊ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ, പാവം. അത് മോശമല്ലേ? നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കേറ്റി ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി, അസല് കല്യാണം മുടക്കി. ഓ, ഒരു ഊണ് കൂടി നഷ്ടം. എന്താടോ കുര്യാക്കോസ്?
കുര്യാക്കോസ് എപ്പ എത്തി? ഏ താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? എന്താന്ന്? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെന്ന്? ആ രാവിലെ ഫോണിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് വരണമെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങടാ പോണ്ടത്? പഴവം കാണിക്കോ? ബാംഗ്ലൂർ വരണമെന്ന് പറഞ്ഞു, ദേ ബാംഗ്ലൂർ തന്നെ വന്നിരിക്കണേ. എന്തേ? ഓഹോ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കൃത്യം എന്താ ഇവിടെ തന്നെയാണ് തന്നോട് ആരാ പറഞ്ഞ? തനിക്ക് നേരെ ഓഫീസിലേക്ക് പോയ പോരായിരുന്നു. ഓഫീസിൽ പോയപ്പോഴാ അറിഞ്ഞത് ബാംഗ്ലൂർ ഇപ്പൊ അവിടെയല്ല, ബാംഗ്ലൂർ ഇപ്പൊ ദേ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. ഡാനിയിലെ കുട്ടീനെ അഡ്രസ് തന്നത്. ഹോ, ഈ ഡാനിയിൽ കൂട്ടിയിട്ട് ഒരു കാര്യം. പോകാം വിജയേട്ടാ, ആകെപ്പാട് അരമണിക്കൂറല്ലേ ഉള്ളൂ. ആ അത് ശരിയാ, വരൂ. കുര്യാക്കോസേ, ആ താനും കയറിക്കോ, വഴിയിലെങ്ങനെ വിടാം. ഓനെ തുറക്കടാ തുറക്കടാ. ഇതല്ല തീറ്റ. ഇത് എന്താണോ കാണിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ കയറി. കയറ്. ഇത് എന്റെ തീറ്റ. നിന്റെ സീറ്റ് ഞാൻ പിന്നെ തരാം, നീ ഇരിക്കും. വിജയേട്ടന്റെ തിരക്കിന് ഒരു കുറവുമില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു. മമ്മിയാ? ഏത് മമ്മി? എവിടത്തെ മമ്മി? ഞങ്ങളുടെ മമ്മി. ഞങ്ങളുടെ അമ്മയും. കാലത്ത് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അമ്മ എന്ത് കരുതുവോ? അതെ, ഒന്ന് നിർത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും നിർത്താൻ. പിള്ളേരെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പൊ ആരെയും കളിപ്പിക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിലേ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. എനിക്ക് മേലും കീഴും നോക്കാനില്ല. വേണ്ടി വന്ന സർവ്വതും ഞാനിപ്പോ പൊളിക്കും. താൻ എന്താടോ ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? വേണ്ട, കണ്ണിറുക്കി കളിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പൊളിക്കും. അല്ലെങ്കിലും അന്ന് തന്നെ കുര്യാക്കോസ് പൊളിച്ചല്ലോ. എന്നാ കുട്ടികളുടെ അവധി തീർന്നു വന്ന ദിവസം കുര്യാക്കോസ് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നില്ലേ? ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടും കുട്ടികൾ പട്ടിണി കിടന്ന കാര്യം എന്നോട് പറഞ്ഞോ? കുട്ടികളുടെ കാര്യം ആരോട് പറഞ്ഞു? ദേ വേണ്ട വേണ്ട, വെള്ളത്തിൽ ആണി അടിക്കണ്ട, അത് കേറൂല. ഇതെന്തോ കുഴപ്പം തന്നെയാണല്ലോ വിജയേട്ടാ. വേണ്ട, എന്റെ മുമ്പിൽ കിടന്ന് കബഡി കളിക്കണ്ട, ഡ്രില്ലും കളിക്കണ്ട. സാരല്ല ഹേമേ, ഇതെന്തോ കാലാവസ്ഥയുടെ. പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നതല്ലേ. കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. സുധി, അനു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, തന്നോട് കാര്യം പറട്ടെ. ഇറങ്ങന്നെയാ, ഇറങ്ങാൻ തന്നെ തീരുമാനം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് മതി ഇനി യാത്ര. അതെ, എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ? കാശാ സാറേ, തരാടോ. എന്താ കുര്യച്ചന് എന്നെ മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച. ഞാൻ വിചാരിച്ചു തന്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന്. ഇത് കുഴപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര കുഴപ്പമാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കുര്യച്ച. എങ്ങനെ അറിഞ്ഞു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിക്കണേ. കുര്യത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? സമാധാനമായിട്ട് കാര്യം പറ. പരസ്പര ബന്ധമുണ്ടോ നോക്കട്ടെ. താൻ എന്തിനാ എപ്പോഴും എന്റെ കൈമ കയറി പിടിക്കണേന്ന്? കുര്യത്തിന് കിടക്കണോ? പറ. എന്തോ പ്രശ്നമുണ്ട് ശിവരാമ. ഉണ്ട്, അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ. ഒരു പെണ്ണ് കയറി അങ്ങോട്ട് വിലസല്ലേ. ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമില്ല. പരസ്പര ബന്ധം ഉണ്ടോ? ശരിക്കുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ടാ ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്. സംഗതി സർവത്ര വഷളാ. ശിവരാമ, ഇപ്പൊ എന്താ ചെയ്യാ? പിടിച്ചു കെട്ടിക്കുക, അല്ലാണ്ട് എന്താ? ഓ, അതാ അതിന്റെ ശരി. നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. സാരല്ല. എടോ ഭാസ്കര, കൊച്ചാപ്പി, വാസു, കയ്യോടെ പിടിക്കാൻ നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ്ട, അങ്ങോട്ട് നടക്കുക. പറഞ്ഞു പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. എന്നിട്ട് എന്തായി? ചാലക്കുടിക്കാർക്ക് ഒരു വിരോധമില്ലല്ലോ. എന്താ കാര്യം? അവര് കുടുംബക്കാരാ. അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത്. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി. കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല. ഇന്ന് എന്തെങ്കിലും ഇടങ്കോലുണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല. അതുറപ്പാ. ഒന്നോർത്താ, അന്ന് ആ കുറവലങ്ങാട്ടെ പെണ്ണ് കാണൽ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ. ചാലക്കുടിയിൽ പെണ്ണ്, അതാ കർത്താവ് കുര്യാക്കോസിനെ തീരുമാനിച്ചത്. നല്ല പൊന്നിന്റെ നിറം, പൊന്നുപോലത്തെ സ്വഭാവം, പൊന്നിനകത്ത് പുതിയാനുള്ള സ്വത്ത്,
ഇത് നടക്കും, അതുറപ്പാ. ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മണ അടിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിച്ചായ. ഇത്തവണ പ്രായത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ. 55 വയസ്സ്. അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മൾ പോണേ. അയ്യേ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോ കഴുതമാശ പറയാതിന്റെ കുര്യാക്കോസേ. കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ പെങ്കൊച്ച് ഈ നിമിഷം വരെ അത് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. അതാ സ്ഥിതി. ആ കയ്യൊന്ന് പൊക്കി. എന്താ വൈകണ്ട. ആ, പെണ്ണിന് കുര്യാക്കോസിനെ മതിന്നൊരൊറ്റ വാശിയ. ഇത് നടക്കുമെന്നുള്ള 3 തരമാ. ഒരു തർക്കവുമില്ല. ഞാൻ പോയി വരാം അമ്മച്ചി. ഏത് കഴിവേരുടെ മോനാ ഈ കുന്തെടുത്ത് അതിന്റെ മണ്ടക്ക് കയറ്റി വെച്ചത്? എനിക്കൊരു പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. കുറവിലങ്ങാട്ട പെണ്ണെ കെൻറ്റി ചാടി ചത്തണമെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴ ചാടി ചാവട്ടെ. പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നലെയും തുടങ്ങിയതല്ലോ ഈ കല്യാണാലോചന. മാറിക്കൂടെ മാപ്പിളെ. എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി. ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അതല്ല വെസ്റ്റ് ജർമ്മനിയാണെങ്കിൽ വെസ്റ്റ് ജർമ്മനിലേക്ക്. ഇത് ചാലക്കുടിന്നാ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. അമ്മാവനാ. അമ്മാവനോ? അതെ. നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ല. ആ, പോരുമ്പഴേ ഇരുമ്പുപാലം വഴി വരണ്ട. ആ വഴി ബ്ലോക്ക് ആയിരിക്കുക. ബൈപ്പാസ് വഴി വന്നാ മതി. ഇരുമ്പ് പാലത്തിൽ കൂടി വരണില്ല അമ്മാവ. ബൈപ്പാസ് വഴി തന്നെ വന്നോളാം. താങ്ക് യു. ഇനി ഇത് തൊട്ടുപോകരുത്. എല്ലാം ശരിയായിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് വരാം അമ്മച്ചി. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗാണ്. എന്താണോ കുര്യാക്കോസ് ഇത്? രാവിലെ മുതലേക്ക് വിളിക്കുക. ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ? ഫോൺ കറക്കി കറക്കി വിരൽ രണ്ടെണ്ണം പോയി. വിമാനം പുറപ്പെടാൻ 20 മിനിറ്റേ ഉള്ളൂ. കുര്യാക്കോസ് പുറപ്പെട്ടു എന്ന് വെച്ച് കുട്ടൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളം. നിൽക്കാനും ഇരിക്കാനും വർത്താനം പറയാനും സമയമില്ല. അത് ഞാനൊരു അത്യാവശ്യം. ഇതിന്റെ അപ്പുറത്ത് എന്താ അത്യാവശ്യമാണോ? അല്ലാതെ ഒന്ന് വിടണോ അവിടുന്ന്? ആഹാ, വെറുതെ തോണ്ടല്ലേ നേരില്ലാത്തോടത്ത്. ആ, ഇങ്ങ് എത്തിപ്പോയല്ലോ. ആ, തനിക്കെന്താടോ പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു മിനുക്കം? മിനുങ്ങും. പെണ്ണ് കാണാനല്ല, പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചാ ഇറങ്ങിയിരിക്കണേ. മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ, ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാ തനിക്ക് നല്ലത്. തന്റെ കാര്യം താൻ നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ എന്തിനാ ചൂടാകുന്നത്? അല്ല, ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ കുര്യാക്കോസേ? ഓ, ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത്. കുര്യാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാര് ഇവിടെ ഉണ്ട്. അതും എനിക്കറിയാം. ഓ, ഇയാള് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി. താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കോളൂ? അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറുക്കി കാണിച്ചിട്ട് താൻ വകവച്ചില്ലല്ലോ. അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണിറുക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറുക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുക? ദേ കുരുട്ടടക്കേ ഇടിച്ച് ഞാൻ നീട്ടിക്കളയും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇരിക്കു വട്ട. ആ, കളയടോ. തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വാ. അന്ന് താങ്കേണ്ട പെണ്ണില്ലേ, അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്താ സ്കൂൾ തുറക്കുന്നവരെ. പക്ഷെ അതിപ്പോ വലിയൊരു അക്കിടിയായി മാറിയെന്നൊരു സംശയം. ഇന്നലെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ആദ്യം അവരെ ഒന്ന് ഓടിക്കണം. അതിനു മുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ, ഒരു ഫാമിലി ഫോട്ടോ. അത് വെച്ച് ആ പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് എന്റെ ഭയം. ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം. താൻ വാ, ഞാൻ പോരാ. കണ്ട കടുവേടിയും പുലിയുടെയും ഒക്കെ വാല് പിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ടോടുക. മറ്റുള്ളവർക്ക് സ്വൈര്യം തരില്ല. അവന്റെ ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല. ഇതാ പറയണത്, വക്കീലിനോടും വൈദ്യനോടും വൈഫിനോടും കുര്യാക്കോസിനോടും കണ്ണിറുക്കി കാണിക്കരുന്ന്. അതിപ്പോ മനസ്സിലായി കാണും. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളി കാര്യായെന്നാ തോന്നണത്. കുര്യാക്കോസിന് ശരിക്കും വട്ടായോ? എന്തേ? ഒന്നുമില്ല. ഇല്ലല്ലോ, എന്നാ അവിടെ നിന്നാ മതി കേട്ടോ. സാറേ, ഇത് കണ്ടോ? ഇന്നലെ രാത്രി 9 മണിക്ക് ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും എല്ലാം എടുത്തോണ്ട് പോയി. ആര്?
സാറിന്റെ ഭാര്യ. ഭാര്യ? എന്ത് ഭാര്യ? ഇതാ സാറ് കണ്ടോ, എഴുതി ഒപ്പിട്ട് തന്നിരിക്കാം. ഹേമ നമ്പർ 1 ലവ് ഷോട്ട്. അതെ, സ്കൂൾ തുറക്കണ ഒരു അഡ്ജസ്റ്റ്. ഓ അതെ, താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി, കല്യാണ ബ്രോക്കർ ആവണ്ട. മിസ്റ്റർ വിജയഭാസ്കർ, ഗുഡ് മോർണിംഗ് മദർ. വേർ ഈസ് യുവർ വൈഫ്? വേർ ഈസ് യുവർ വൈഫ്? ഭാര്യ എവിടെയെന്ന് കുട്ടികൾ എഴുതിയിരുന്നതല്ലേ? ഇപ്രാവശ്യം വിളിച്ചോണ്ട് പോവാൻ അവരുടെ മമ്മിയും കൂട്ടിക്കൊണ്ടുവരണമെന്ന്. കുട്ടികളൊന്നും എഴുതിയില്ല. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് കളവ് പറയാനും അറിയാം അല്ലേ മിസ്റ്റർ വിജയഭാസ്കർ? കുട്ടികൾ എഴുതിയില്ല, മുതിർന്നവരാരോ എഴുതി കൊടുത്തതാണ്. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. മിസ് മെറ്റിൽഡയാണ് എഴുതിയത്, കുട്ടികൾ പറഞ്ഞിട്ട് അല്ലേ മെറ്റി? അതെ അതെ. കത്തണ്ടയിലുണ്ട്. ഗോഡ് ബ്ലസ് യു ഡാഡി. 16-ാം തീയതി വെക്കേഷൻ തുടങ്ങിയാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ ഡാഡി വരണം. വരുമ്പോൾ മമ്മിയെയും കൊണ്ടുവരണം. എന്നാലേ ഞങ്ങൾ വരൂ, അല്ലെങ്കിൽ വരില്ല തീർച്ച. വീട്ടിൽ അച്ഛമ്മയ്ക്കും ശിവരാമേട്ടനും സുമതിയക്കനും ലവ് ബേഡ്സിനും സുഖമല്ലേ? സുധിയൊപ്പ്, അനുമോളൊപ്പ്. എന്നിട്ട് എന്റെ ഭാര്യയെ കൂട്ടിട്ട് വന്നില്ല? ഞാൻ ശ്രമിച്ചതാണ്, പക്ഷെ അവിടെ വന്നില്ല. ഇത് നിങ്ങൾ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് ആണ് മിസ്റ്റർ വിജയഭാസ്കർ. ഇത് എത്ര കാലമാ ഒരു അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുക? കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് കാണണമെന്ന്? മറ്റു കുട്ടികൾ അവരുടെ അമ്മയെ പറ്റി പറയുമ്പോ ഈ കുട്ടികൾക്ക് ദുഃഖമുണ്ടാവില്ലേ? ആ ദുഃഖം അധ്യാപകരായ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ? മിസ്റ്റർ വിജയഭാസ്കർ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് വിശാലമാണ്, വിസ്തൃതമാണ് അല്ലേ മെറ്റിൽഡ? കറക്റ്റ് മദർ, അത് വളരെ വിശാലമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് പകർന്നു കൊടുക്കാൻ ഏറ്റവും പറ്റിയ വ്യക്തി ആരാണെന്ന് പറഞ്ഞു കൊടുക്കും മെറ്റിൽഡ. അമ്മ. അമ്മ മാത്രമല്ല, അച്ഛനും അമ്മയും ചേർന്ന് ഒരുമിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു. അവരുമായി കളിക്കുന്നു, ചിരിക്കുന്നു, തമാശകൾ ഉല്ലസിക്കുന്നു, ആനന്ദിക്കുന്നു, സിനിമ കാണാൻ പോകുന്നു. സ്വർഗം. എന്താ പറഞ്ഞത്? സ്വർഗം എന്ന് വെച്ചാ ദൈവവചനം. അതായത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. പക്ഷേ എന്റെ വിവാഹം നരകത്തിലാണ് മദർ നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാവും. ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ഒരു ഭർത്താവാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ്. മദർ ഇപ്പൊ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും കുട്ടികളുമായി ചിരിക്കുന്നു, കളിക്കുന്നു, ഉല്ലസിക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ. 10 മാസം ചുമന്നു പറ്റ അമ്മയും മനസ്സിലാക്കണമല്ലോ. മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മനസ്സിലാക്കണമെങ്കിൽ മാതൃത്വം വേണം. എന്താണ് ഈ മാതൃത്വം? പറ, എന്താണ് ഈ മാതൃത്വം? കുന്തി. കുന്തിയോ? അതെ, കുന്തി. 1000 കോടി നാവുകൾ 100,000 കോടി വട്ടം പറഞ്ഞ നാമം കുന്തി. സത്യവതിയായ കുന്തി, യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യമായ കുന്തി. നിങ്ങൾ എന്താ മിസ്റ്റർ വിജയഭാസ്കർ കുന്തി കുന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് എത്ര വട്ടം പറഞ്ഞാലും മതി വരില്ല മദർ. കൗരവ പാണ്ഡവ കുമാരന്മാർ ആയുധപ്രാവീണ്യം തെളിയിക്കാൻ ദ്രോണ ഭീഷ്മാദികളുടെ മുമ്പിൽ അണിനിരന്നപ്പോൾ കുണ്ടലങ്ങളും കവചവുമായി തേജസ്വിയായ കർണൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു. സൂര്യപ്രകാശത്തേക്കാൾ പ്രകാശിയായ കർണൻ തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ കുന്തിയുടെ മുലയിൽ നിന്നും ചുരന്ന പാലുണ്ടല്ലോ, ആ ഓരോ തുള്ളി പാലിനും കുടികൊണ്ടിരുന്നു മാതൃത്വം. മാതൃത്വം പോട്ടെ, എന്താണ് ഈ പാതിവൃത്യം? ഏബ്രഹാമിന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ തന്റെ വയറിന് ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹവതിയായ സാറ ഒരു സർവന്റ് ലേഡിയെ സ്വന്തം ഭർത്താവിന്റെ കിടക്കറയിലേ. കുട്ടികളെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയക്കൂ. ഇല്ല മദർ, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കുട്ടികളെ അയക്കൂ മെറ്റിൽഡ. അയ്യോ, യെസ് മദർ. ശിവരാമ, എവിടെ? കുട്ടികൾ എന്തേ? ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. സുധി, അനു, കുട്ടികളല്ലേ വന്നത്? അതെ. അവരെന്താ ഇങ്ങോട്ട് വരാഞ്ഞേ? നേരെ ഒറ്റ പോക്ക് മുറിയിലേക്ക്, ബാഗുകൾ വലിച്ചെറിഞ്ഞ് കട്ടിലിൽ കയറി കമിഴ്ന്നൊരു കിടത്തം. എന്തേ? എന്താ കാര്യം? പിടികിട്ടിയില്ല. എന്തായാലും ഇത്തിരി കോപത്തിൽ തന്നെയാ. കുട്ടനെ ഇങ്ങോട്ട് വിളിക്ക്. ഞാനിവിടെ ഉണ്ടമ്മേ. എന്താ പറ്റിയത് കുട്ടികൾക്ക്? അവരെന്നെ കാണാൻ പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്താ കാര്യം കുട്ടാ? ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിച്ചാ പോരെ, അവരെന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്? കുട്ടികളുടെതാണെന്ന് പറഞ്ഞൊരു കത്തെഴുതി വിട്ടിരിക്കുന്നു ഇങ്ങോട്ട്. അമ്മ കണ്ടതാണല്ലോ അത്. ഞാൻ എന്താ ശ്രമിക്കാഞ്ഞിട്ടാണോ? കുര്യാക്കോസിനെ കൊണ്ട് കത്തിന്റെ കോപ്പി എടുപ്പിച്ച് ബാംഗ്ലൂർക്ക് അവൾക്ക് അയച്ചു കൊടുത്തതല്ലേ? എന്നിട്ട് അവൾ അനങ്ങിയില്ലല്ലോ. ഇഷ്ടമില്ലാത്തവരെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും എന്നെ കിട്ടില്ല. വേണമെങ്കിൽ വന്നോട്ടെ, കുട്ടികളെ കണ്ടോട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ അങ്ങോട്ട് പോവില്ല, അതുറപ്പാണ്. എന്ത് പാടുപെട്ടെന്നോ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ. കാറിൽ വെച്ചൊരു 100 ചോദ്യം ഞാൻ ചോദിച്ചു. വാതുറന്നൊരു അക്ഷരം മിണ്ടണ്ടേ? എന്തിനാ അവരെന്നെ ഇങ്ങനെ? മതി കുട്ടാ, കുറെ കഴിയുമ്പോ അവര് ശരിയായിക്കൊള്ളും.
ശിവരാമ, ഓ. ഇത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാൻ പറ. എന്നിട്ട് എന്നോട് പണക്കൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഞാനൊന്ന് കാണട്ടെ. കുട്ടാ, ഇതൊക്കെ ഇനി എത്ര കാലത്തേക്കാ കുട്ട? കുട്ടികൾ മുതിർന്നു വരികയല്ലേ? അയ്യോ, ഒരു തുള്ളിയില്ലാതെ ഒക്കെ തട്ടിക്കളഞ്ഞല്ലോ. എന്ത് പണിയായി കാണിച്ചേ? ഒന്ന് നിർബന്ധിച്ചു നോക്കിയതാ, അപ്പൊ ഒറ്റ തട്ട്. എന്താ ശിവരാമ അവിടെ? പാല് കൊടുത്തപ്പോഴേ മമ്മി ഈ വീട്ടിൽ വരാതെ ഒരു വക കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ തട്ട്. ഓഹോ, ഓ, അങ്ങനെ പറഞ്ഞു. പറഞ്ഞോ സുധി? പറഞ്ഞു. ഓഹോ, അനുവോ? ഞാനും പറഞ്ഞു. അപ്പൊ ശരി. ശരിയാവട്ടാ, ഈ കുട്ടികളുടെ മമ്മി ഈ വീട്ടിൽ വരാതെ ഇനി ഇവിടെ നിന്നൊരു വഹ ഞാനും കഴിക്കില്ല. എനിക്കുണ്ട് വാശിയൊക്കെ. നമുക്കേ സന്തോഷമായിട്ടൊരു നിരാഹാരം നടത്താം. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ആ തള്ള ഇനി ഈ വീട്ടിൽ വരാതെ അച്ഛനും മക്കളും ഇവിടുന്ന് ഒന്നും കഴിക്കില്ല അത്രേ. കുട്ടാ, എന്താ കുട്ടാ നീ ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങുന്നേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും കൂടെ പട്ടിണി കിടന്ന് മരിക്കാം. അവളുടെ മുമ്പ് ഞാൻ തോക്കുന്നതിനേക്കാൾ ഭേദവതാ. ഒക്കെ നീ തുടങ്ങി വെച്ചത് തന്നെയാ. നീ തന്നെ പരിഹാരം കാണണം. കുട്ടികൾ പട്ടിണി കിടന്ന എനിക്കത് സഹിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ? പോയി കാലിൽ വീഴണോ? അതൊരിക്കലും പറ്റില്ല. അതൊക്കെ മറന്നു കഴിഞ്ഞതാ. പിന്നെ അമ്മയ്ക്കും കുട്ടികൾക്കും വേണേലും ഒരു കാര്യം ചെയ്യാം. ഈ നടന്നതൊക്കെ ആളെ അയച്ച് അവളെ ഒന്ന് അറിയിക്കാം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വയ്യ. ഞാനാണ് പറഞ്ഞു കൊടുത്തത് കുട്ടികളോട്. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളെ മമ്മിയെ കണ്ടുപിടിക്കണം, ഡാഡിയുമായി ചേർക്കണം, എന്നാലേ നിങ്ങൾ നല്ല കുട്ടികളാവൂ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അല്ലേ മെറ്റി? അതെ, ഡാഡിയും മമ്മി ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ വന്നപ്പോ മാത്രം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യായിരുന്നു. ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ മിസ്സസ് വിജയഭാസ്കർ. താങ്ക് യു മദർ. മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു. നിങ്ങളെ മാത്രമല്ല മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു. അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന്? തെറ്റ്, അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത്. നെറ്റി, അനുമോൾ ആരെപ്പോലെയാന്ന് പറയൂ? ഈ മമ്മിയെ പറിച്ചു വെച്ച പോലെ. സുധിയോ? ഈ മമ്മിയുടെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ. ദൈവം ചേർത്ത നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല. രണ്ടുപേരും ആ കൈകളിഞ്ഞോട്ട് കൊടുക്കൂ. ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം. ആ കൈഞ്ഞു കൊടുക്കൂ. മദറിനെ ആശീർവദിച്ചാൽ മതി. അതിന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് കൊടുക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. Yes. Now we'll go inside, sweetie. Come. Today is a happy day. കടന്ന് വരുമ്പോഴേ ഒരു സ്നാപ്പ് എടുക്കാന്ന് വിചാരിച്ചതാ. I forgot to tell you something. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാട് ചെയ്തതാ. ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ 4-5 ഫോട്ടോസ് എടുക്കണമെന്ന്. Bye. You ready? Come, Mr. Vijayabhaskar. Ready? ഇനി മെറ്റി മാറിക്കോളൂ. അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. വേണ്ട മദർ. അയ്യോ, അത് ഒട്ടും വേണ്ട, ഒരു കാരണവശാലും വേണ്ട. എന്താ മിസ്റ്റർ വിജയഭാസ്കർ, കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളാണ് വലിയ വഴക്കുകളിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. എല്ലാരും ചേർന്ന് നിന്നിട്ട് ഒന്ന് സ്മൈൽ. ഇതാണോ ചിരി? സ്മൈലും അറിയില്ലേ? ഓക്കെ താങ്ക് യു. നമുക്കിനി കുട്ടികളുടെ ഫോട്ടോ ഗാർഡനിൽ പോയി എടുക്കാം. വരൂ. വാ മോനെ. ബൈ. പ്ലീസ് കം. യെസ്, കമ്മിങ്. May God. ഇതായിരുന്നോ? ഇത് രാത്രി എനിക്ക് ഇവിടെ കൂട്ടിടക്കാൻ വരുന്ന കുഞ്ഞപ്പൻ ചേട്ടൻ ഭാര്യയല്ലേ? ഇതിനാണോ നിങ്ങൾ? അതിനാണോ മെറ്റി പേടിച്ചത്? അയ്യോ, പേടിച്ചതല്ല, ഒരു പേടി.